സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ലൈവ് ട്രേഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 2 ട്രേഡ് ലോസ് ആയിരുന്നു. നിഫ്റ്റിയിലെടുത്ത ആ ഒരു ട്രേഡ് ജസ്റ്റ് ആ ഒരു ഞാൻ എൻ്റെ എൻട്രി എടുത്ത സമയത്ത് ക്വാണ്ടിറ്റി ഒറ്റ ലോട്ട് മാറി എടുത്തു പോയതാണ്. അത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു. വ്യൂ ഒക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ ഫുൾ ലോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. നോ ഇഷ്യൂസ്. വേറെ ബാങ്ക് നിഫ്റ്റിയിൽ 2 ട്രേഡ്, രണ്ടും ഞാൻ ഡൗൺ സൈഡ് ഡയറക്ഷനിലേക്കാണ് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തത്. രണ്ടും എൻ്റെ SL ഇന്നത്തെ ദിവസം ഹിറ്റായി. ഇന്ന് ഓക്കെ SL ഹിറ്റായപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. ഞാൻ ട്രേഡ് ലോജിക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മാർക്കറ്റ് ഇന്നലെ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു 15 മിനിറ്റ്സിൻ്റെ ഡൗൺ സൈഡൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു ഹൈ കട്ട് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് എൻട്രിക്ക് വെറുതെ പ്ലാൻ ചെയ്യാം. ഇന്ന് നമ്മൾ മാർക്ക് ചെയ്ത ചൊറ്റ ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല ആ സമയത്തൊന്നും. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ഏരിയ ഇപ്പോഴാണ്, ഈ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ടാപ്പ് ചെയ്യുന്നത്. ഡൗൺ സൈഡ് എൻട്രി ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ ഇപ്പോഴാണുള്ളത്. പക്ഷേ ഒരു ഹയർ ടൈം ഫ്രെയിം ഐഡിയക്സും എടുക്കാതെ തന്നെ ഞാൻ പ്ലാൻ ചെയ്യാൻ കാരണം ഇന്നലത്തെ ഒരു ഹ്യൂജ് ഫാളോ കൊണ്ടാണ്. ഏതെങ്കിലും ഒരു അപ്സൈഡ് വരുമ്പോൾ വീണ്ടും ഫാളോ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. ഞാൻ മാർക്ക് ചെയ്ത ഏരിയ എന്നാണ് 2 ട്രേഡ് എടുത്തത്. ഒന്ന് 1 ഹവറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ആളുകളെ ട്രാപ്പ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനുള്ള ട്രേഡ് എടുത്തു. നമ്മളെ എക്സ്പെക്ടേഷൻ ജസ്റ്റ് റോങ് ആയിരുന്നു. അവിടെ 20 പോയിന്റ്സിലേറെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സെക്കൻഡ് ട്രേഡും അതുപോലെ. സെക്കൻഡ് ട്രേഡും എനിക്ക് ആ ഒരു നല്ലൊരു സ്പൈക്കിന് ശേഷം മാർക്കറ്റ് മുകളിലുള്ള ഒരു ചെറിയ നല്ല ഡൗൺ മൂവ് തന്നതിന് ശേഷം കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ആ ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത ഏരിയൻ്റെ ഹൈ ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഡൗൺ വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അവിടെയും ട്രേഡ് എടുത്തു. അവിടെ ചെറിയൊരു മൂവ്മെൻറ്റ് പ്രോഫിറ്റ് കാണിച്ചു. പക്ഷേ വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് തന്നെ പോയി. SL സെക്കൻഡ് ടൈമും ഹിറ്റായി. അങ്ങനെ 2 ട്രേഡ് ഇന്ന് ചെയ്തു. അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ പ്രശ്നം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രോഫിറ്റ് ആയിരുന്നു. എല്ലാ ദിവസവും ഇൻഡ്യൂസ്മെൻറ്റ്, ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ എൻട്രി കിട്ടിയത്. ഇന്ന് ഒറ്റ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തത്. 2 സൈഡിലും ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടില്ല ഹയർ ടൈം ഫ്രെയിമിൽ. പക്ഷെ നമ്മളൊരു ഒരു ഐഡിയ വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തു. മാർക്കറ്റ് ഇന്നലെ ഡൗൺ സൈഡ് ആയിരുന്നു. അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലും ഇന്ന് കൊടുത്ത എൻട്രി, അതും രണ്ടും സെയിം എൻട്രി സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരുന്നു. സ്റ്റുഡൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരുന്നു. ട്രേഡ് എടുത്ത ആളുകൾക്കൊക്കെ SL ഹിറ്റായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ഡൗൺ സൈഡ് എൻട്രി നോക്കാൻ പറ്റിയ ഏരിയ ഇപ്പോൾ മാർക്കറ്റ് നിഫ്റ്റി ഒരു സിങ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് 5 മിനിറ്റ്സിൻ്റെ. അപ്പോൾ ആളുകൾ അപ്സൈഡ് പോകുന്നു പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഓൾറെഡി ട്രേഡ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ്. എൻ്റെ ലിമിറ്റായി. സമയം 2:21 ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. നമ്മുടെ 50 മിനിറ്റ്സ് IDX എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷേ ആ ഒരു എൻട്രി കറക്റ്റ്, ആ ഒരു എൻട്രി കിട്ടിയ ശേഷം നമുക്ക് 100 പോയിന്റിലേറെ ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ മാക്സിമം റിസ്ക് ആയ സമയത്ത് ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ചെയ്തത്. എൻ്റെ 2 ട്രേഡ് ഇന്ന് ലോസ് SL ഹിറ്റ് ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ട്രേഡ് അത്രയും ഹൈ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യാറുള്ളൂ. ചെയ്യില്ല എന്നല്ല, ഞാൻ ചില സമയത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഹൈ ചാൻസ് ഉണ്ടെങ്കിലും മൂന്നാമത്തെ ട്രേഡ് ഞാൻ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്താണ്. മാക്സിമം എൻ്റെ 2 തെറ്റി. കാരണം നമ്മൾ നല്ല ലോസ് വരുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി ബാധിച്ചിട്ട് നമുക്ക് നല്ല ട്രേഡ്സ് പിന്നീട് എടുക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്താണ്. ഇങ്ങനെ മാക്സിമം ട്രേഡുകളും മാക്സിമം ഒരു ദിവസത്തെ ലോസൊക്കെ. ഈ ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ട്രേഡ് ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നെങ്കിലും രണ്ടാമത്തെ ട്രേഡ് ഇത് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ 100 പോയിന്റ് ടാർഗറ്റ്. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ 2 ട്രേഡിലും 40 പോയിന്റ് SL പകരം ഈ ഒരൊറ്റ ട്രേഡ് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഡബിൾ പ്രോഫിറ്റ് ആവുമായിരുന്നു. സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ നമ്മളൊരു സുഖം എന്താ വെച്ചാൽ നമുക്ക് SL ഏത് ട്രേഡിംഗ് സെറ്റപ്പിലും കിട്ടും, ഇതിൽ അധികം കിട്ടും. പക്ഷേ നമുക്കൊരൊറ്റ ഭയങ്കര റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് ആണ് അധികം കിട്ടുക. നമുക്ക് ഒരു ദിവസം മതിയാവും ചിലപ്പോൾ 4 ദിവസത്തെ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും വിഷയമല്ല. ഓവറോൾ മന്ത്ലി പ്രോഫിറ്റബിൾ ആവാൻ ശ്രമിച്ചാൽ മതി. അപ്പം നമ്മൾ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും സൈക്കോളജി കൺട്രോൾ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ കെയർ ചെയ്താൽ എല്ലാവർക്കും റെഡി ആവും. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ചില ആളുകൾ മാക്സിമം ഒരു ദിവസം 4 ട്രേഡ്, ചില ആളുകൾ 1 ട്രേഡ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ഒരു ദിവസം ലോസിനനുസരിച്ചൊക്കെ ഓരോരുത്തർക്ക് അത് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഒരു കൺട്രോൾ വേണം എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ കണ്ടിന്യൂസ് ആയി 5-6 ദിവസമായി പ്രോഫിറ്റ് ആണ്. ഇന്ന് SL ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സെയിം അതുപോലെ SL ആയി. നോ ഇഷ്യൂസ്. നാളെ നമുക്ക് ലൈവ് ട്രേഡിൽ വീണ്ടും കാണാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പ്രോഫിറ്റ് ഉള്ള വീഡിയോക്കാണ് ആളുകളുടെ കൂടുതൽ കമൻറ്റ്, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട്. ഇങ്ങനെ ലോസ് ഇതിൻ്റെ പാർട്ടാണ്. ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത്തരം ലോസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളെ അത്തരം വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ എനിക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ ഗ്രൂപ്പിലായാലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിലായാലും
പ്രോഫിറ്റ് എടുക്കുന്ന ദിവസങ്ങൾ ആളുകൾക്ക് ഭയങ്കര ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളും, ഒരു ദിവസം ലോസ് വരുമ്പോൾ നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി, ലോസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളത്, അതായത് ലോസ് വന്നാലും ഓക്കെ നോ ഇഷ്യൂസ് എന്ന് പറയാനോ അല്ലെങ്കിൽ ഓക്കെ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞാൽ മതി, നോ ഇഷ്യൂസ്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ലോസ് വരും എന്നുള്ള ഉറപ്പാണ്. അത് ഹാൻഡിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, ഒരു 90% ആളുകളുടെ മെയിൻ പ്രശ്നം അതാണ്. ഒരു ദിവസം നമുക്ക് ലോസ്, ചെറിയൊരു റെഡ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇന്നത്തെ പോർട്ട്ഫോളിയോ ഗ്രീനിലേ ഞാൻ അവസാനിപ്പിക്കും എന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്ത് വലിയ ലോസിലേക്ക് എത്തും. എന്നാൽ പ്രോഫിറ്റ് കിട്ടിയ ചിലപ്പോൾ 2000 അവർ നിർത്തി അന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിസ്റ്റം നിങ്ങൾ പലരും ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെക്കാനിസം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എനിവേ, താങ്ക് യു, ബൈ.